നമ്മുടെ വണ്ടിയുടെ സെക്കൻഡ് സർവീസാണ് ഇന്ന് സന മോട്ടേഴ്സ് ഒച്ചിറ. അവിടെയാണ് നമ്മൾ വണ്ടിയുടെ സർവീസൊക്കെ ചെയ്യുന്നത്. ഫസ്റ്റ് സർവീസും അവിടെ തന്നെയാണ് ചെയ്തത്. വണ്ടി നമ്മൾ അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. അവിടെ തന്നെയാണ് നമ്മൾ സെക്കൻഡ് സർവീസും ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഫസ്റ്റ് സർവീസ് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് വലിയ ബാഡായിട്ടൊന്നും തോന്നിയില്ല. നല്ല അടിപൊളി സർവീസായിരുന്നു ഫസ്റ്റ് സർവീസും. അതുകൊണ്ട് സെക്കൻഡ് സർവീസും ഞാൻ അവിടെ തന്നെ കൊണ്ട് കൊടുക്കാമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ഞാൻ പോകാൻ തുടങ്ങുകയാണ്. ഫോണിലൊട്ടും ചാർജില്ല, ഞാൻ കുത്തിയിട്ടേക്കുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. വണ്ടി നമ്മൾ നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കി പോളിഷൊക്കെ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. വണ്ടിക്ക് കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, സെക്കൻഡ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ലൈറ്റാണ്. അതിന് തേർഡ് വരുന്നത് ബ്രൈറ്റ് ആയിട്ട് കൊണ്ടാണ് മണ്ടയ്ക്ക് ടോപ്പ് കാണുന്നത് ബ്രൈറ്റ്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ 3 മോഡാണ് നമുക്കുള്ളത്. ഈ 3 മോഡും ഒരുപോലൊക്കെ എനിക്ക് ഉള്ളിടയ്ക്ക് കത്തുമായിരുന്നു. ഉള്ളിടയ്ക്ക് നമ്മൾ ബ്രൈറ്റ് ഇട്ടാൽ ഇത് രണ്ടും കൂടെ ആയിരുന്നു കത്തുന്നത്. ബ്രൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഓഫ് ആകുമായിരുന്നു. ഇത് മാത്രമായിട്ട് കത്തുമായിരുന്നു. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് എനിക്കൊന്ന് മഴ സമയത്തായിരുന്നു. അതിനി വെള്ളം കയറിയതിൻ്റെ എന്തെങ്കിലും ആണോയെന്നും അറിയില്ല. അതിനെക്കുറിച്ച് എന്തായാലും അവിടെ സർവീസിന് കൊണ്ടുപോകുമ്പോൾ ഒന്ന് പറഞ്ഞേക്കാം. ഇത് ഫുള്ളായിട്ട് കത്തുമായിരുന്നു, എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണോ എന്ന് ചോദിക്കാം എന്തായാലും. അപ്പോൾ വേറെ കംപ്ലയിൻ്റായിട്ട് എനിക്ക് ഒരു കംപ്ലയിൻറ്റും എനിക്ക് ഈ വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഓടിയിട്ടില്ല. ഇപ്പോൾ 6000 കിലോമീറ്ററായി. 6000 കിലോമീറ്ററിൽ രണ്ടാമത്തെ സർവീസിനാണ് നമ്മളിപ്പോൾ വണ്ടി കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ നേരെ ഇനി സർവീസിന് കയറ്റി അപ്പോൾ ഇനി നേരെ നമുക്ക് സർവീസ് സെൻറ്ററിലോട്ട് പോവാം. ഉച്ചിറ സന മോട്ടേഴ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ വണ്ടിയുടെ സർവീസ് കഴിഞ്ഞ് നമുക്ക് വണ്ടി നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ പോലും എടുത്തില്ല സർവീസിന്. സർവീസ് സെൻറ്ററിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വാഷിംഗ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റോഡിൻ്റെ അവസ്ഥ അറിയാറില്ല. ഓച്ചിറയിലാണ് നമ്മുടെ സർവീസ് സെൻറ്റർ. അതുകൊണ്ട് തന്നെ റോഡ് മൊത്തം ഇളക്കി പൊളിച്ചിട്ടേക്കുവാണ്. 4 വരി പാത വരുന്നതുകൊണ്ട്. അതുകൊണ്ട് മൊത്തം ചെളിയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പക്ഷേ കഴുകി നീറ്റാക്കി വെച്ചിരുന്ന വണ്ടിയാണ്. സർവീസിന് കൊണ്ടുപോകുമ്പോൾ സാധാരണ വണ്ടി നല്ല ക്ലിയർ ആയി കിട്ടണ്ടേ. പക്ഷേ ഇത് കഴുകിയായിരുന്നതിനും കാര്യമൊന്നുമില്ല. തിരിച്ചു വരുമ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു. അതുപോലെ ചെളിയായിരുന്നു അവിടെ. നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആയിരിക്കുന്നത് നമ്മുടെ സർവീസിന്, അതായത് സെക്കൻഡ് സർവീസിന് 6000 കിലോമീറ്റർ ആയപ്പോഴുള്ള സർവീസിന് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത് 1305 രൂപയാണ്. 1305 രൂപ എങ്ങനെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച് ചെയ്തു. ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് 1200 രൂപയാണ് ഓയിൽ ചേഞ്ചിങ് വരുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ മെയിൻ്റനൻസ് ചാർജാണ് 105 രൂപ. അല്ലാണ്ട് വേറെ കോസ്റ്റ് ഒന്നും ആയിരുന്നു. നമുക്ക് വാഷിംഗ് ഇല്ല, ലൂബിങ് ഇല്ല. ഇത് വാഷ് ചെയ്യാഞ്ഞുകൊണ്ടാണ് ലൂബ് ചെയ്യാഞ്ഞത്. വേറെ ദിവസം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ നല്ല രീതിയിൽ ലൂബ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓൾറെഡി. കണ്ടില്ലേ, നല്ല രീതിയിൽ ലൂബ് ചെയ്ത് വെച്ചിരുന്ന ചെയിനാണ്. അപ്പം ലൂബിങ്ങിൻ്റെ ആവശ്യമില്ല. ലൂബിങ്ങും ചെയ്തില്ല, വാഷിങ്ങും ചെയ്തില്ല. അതുകൊണ്ടാണ് നമുക്ക് 1305 രൂപയിൽ നമ്മുടെ സെക്കൻഡ് സർവീസ് ഒതുങ്ങിയത്. വേറൊന്നും കൊണ്ടല്ല. അതാണ് നമ്മുടെ എക്സ്പൾസിൻ്റെ ഗുണം. അധികം സർവീസ് കോസ്റ്റ് വരുന്നില്ല. നമുക്ക് ഈസിലി നമുക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു വണ്ടിയും കൂടാണ് നമ്മുടെ എക്സ്പൾസ് റാലി പ്രോ. ഓയിൽ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവായിരുന്നു, ലോവറിൽ കിടക്കുക. ഞാൻ അവരോട് പറഞ്ഞായിരുന്നു. ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുവന്നപ്പം വീണ്ടും കുറവായിരുന്നു. ഞാൻ പിന്നെ രണ്ടാമത് കയറി ഫില്ല് ചെയ്യിച്ചതാണിത്. ലൈറ്റ് ഉണ്ടല്ലോ, ഇത് പ്രസ്സായിരുന്നതിൻ്റെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. മഴ ഉണ്ടായിരുന്നു, മഴയുള്ള സമയത്തായിരുന്നു കാണിച്ചത്. ഒരു പക്ഷേ ഇതിനകത്ത് വെള്ളം കയറിയതോ അതായത് പ്രസ്സായിരുന്നതോ ആയിരിക്കാമെന്നാണ് ഷോറൂമിൽ നിന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അവർ പറഞ്ഞ് കുഴപ്പമില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ശരിയാക്കി തരാൻ, പ്രശ്നമൊന്നുമില്ല. വണ്ടി നമ്മുടെ സർവീസൊക്കെ കഴിഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇച്ചിരി കാമായിട്ടൊരു സ്ഥലം, ഇച്ചിരി സൈലൻ്റായിട്ടുള്ളൊരു സ്ഥലം നോക്കി വീഡിയോ എടുക്കാൻ തരും. കാരണം അല്ലെങ്കിൽ മൈക്കൊന്നുമില്ല, അപ്പം വോയിസ് കറക്റ്റായിട്ട് കിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ 6000 കിലോമീറ്ററിലെ സർവീസിൻ്റെ ഒരു വീഡിയോ ആണ്. ജസ്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്തു, ചെറിയൊരു മെയിൻ്റനൻസ്, അത്രയേ ഉള്ളൂ. അതിനാണ് 1305 രൂപ. സെക്കൻഡ് സർവീസ് എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓയിൽ ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് വണ്ടിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ വാഷ് ചെയ്യാനെ കൊണ്ട് അവിടെ കറണ്ട് ഇല്ലായിരുന്നു. അവിടുത്തെ സാങ്കേതിക പ്രോബ്ലം കൊണ്ട് നമുക്ക് വാഷിംഗ് എന്തായാലും ചെയ്യാൻ പറ്റി. വാഷിങ്ങും ലൂബിങ്ങൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. ഓരോ 500 കിലോമീറ്റർ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ചെയിൻ ലൂബ് ചെയ്യാറുണ്ട്. വാഷിങ്ങും ഞാൻ കറക്റ്റായിട്ട് ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്ത് കിട്ടണമായിരുന്നു. പിന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നും കൂടി നോക്കണമായിരുന്നു. ഈ മാസം അത്യാവശ്യം തിരക്കുണ്ട്. അപ്പം എല്ലാ ദിവസവും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടൈം കിട്ടാറില്ല. അപ്പോൾ ഇന്നൊരു ദിവസം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ നേരെ രാവിലെ തന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വന്നോ, കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നേരെ വണ്ടി കൊണ്ട്. നമുക്ക് അരമണിക്കൂർ, നമുക്കധികം പോസ്റ്റും ഇല്ല, പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ്. വാഷിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. വാഷിങ്ങും ലൂബിങ്ങും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് വണ്ടി കിട്ടിയത്. എന്നാലും നമ്മുടെ ഫസ്റ്റ് സർവീസിന് ചെന്നപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് എനിക്ക് വണ്ടി കിട്ടിയായിരുന്നു. ഇത് നമുക്ക് അരമണിക്കൂർ കൊണ്ട് വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടി. ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നു.
ഞാൻ 11 മണിയൊക്കെ ആയപ്പോഴാണ് പോയതാണ്. ഇപ്പം വീട്ടിലെത്താറായി, 1 മണിയാവുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ യാത്ര ടൈമാണ് എടുത്തത്. ജസ്റ്റ് സെക്കൻഡ് സർവീസിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്ക് വന്ന കോസ്റ്റ് 1305 രൂപയാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഒന്നും മാറേണ്ട അവസ്ഥയും വന്നിട്ടില്ല. അവർ ചെക്ക് ചെയ്തു, ഒന്നും മാറേണ്ട അവസ്ഥയില്ല. വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി ജസ്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്തു. വാഷിങ്ങും ലൂബിങ്ങും ചെയ്തില്ല അവിടുത്തെ സാങ്കേതിക പ്രശ്നം കൊണ്ട്. അപ്പം ഇത്രയും ചെയ്തു, സെറ്റായി നമ്മുടെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞ്. അപ്പോൾ വണ്ടിക്ക് ഇനി എന്തെങ്കിലും ഈ സെക്കൻഡ് സർവീസ് കഴിഞ്ഞ് കുറച്ച് ഓടി കഴിയുമ്പോൾ അറിയാമായിരിക്കുമല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തെ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ കാണാം.